സഹൃദയ സദസ്സ് നാടകത്തെക്കുറിച്ച് 2 വാക്ക്. ഇത് ജീവിതമാണ്. അരങ്ങിലെ വർണ്ണച്ചൂടിൽ നിന്നിറങ്ങി തെരുവിലെ പൊള്ളും ചൂടേറ്റു വാങ്ങിക്കരിഞ്ഞ എൻ്റെ കഥ. അടുത്ത ബെല്ലിന് ജീവിത നാടകം ആരംഭിക്കുന്നു. ഒമ്പതാമത്തെ വയസ്സിൽ നാടകത്തിനിറങ്ങി, 14-ാമത്തെ വയസ്സിൽ ചെങ്കച്ചുള്ളിയിൽ വന്നു. ഞാൻ ജനിച്ചത് നന്തൻകോടാണ്, പഠിച്ചതുമെല്ലാം. ഞാൻ കലാനിലയത്തിൽ 9 വയസ്സിൽ പോയി. 14-ാമത്തെ വയസ്സിൽ ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞ് വന്ന്. അപ്പോൾ എൻ്റെ അമ്മയപ്പയും ഈ ചെങ്കച്ചുള്ളിയിൽ താമസിക്കുകയായിരുന്നു വാടകയ്ക്ക്. 15-ാമത്തെ വയസ്സിൽ ഇവിടെ ഉള്ള ഒരാളുമായിട്ട് തന്നെ ഞാൻ സ്നേഹിച്ചു പോയി. അദ്ദേഹത്തിന് ജോലിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ നാടകം കളിച്ച് തന്നെ മക്കളെ വളർത്തിയത്. മൊത്തം 37 വർഷം ഈ ഫീൽഡിലുണ്ടായിരുന്നു. 1000 അമച്ചർ കളിച്ചതിന് ശേഷമാണ് ഗായത്രിയിൽ ഒപ്പുവയ്ക്കുന്നത്, പ്രൊഫഷണൽ. പിന്നെ ഗായത്രി, അസിതാര, അരങ്ങ്, അങ്ങനെ ദേശാഭിമാനി, സ്വദേശാഭിമാനി. അവസാനമാണ് KPSC പോയത്. KPSCയിൽ 3 വർഷം തികച്ച് നിന്നില്ല. എനിക്ക് അവിടെ വെച്ച് അസുഖമായി. അങ്ങനെ ഇങ്ങി പോന്നു. പെൻഷൻ വന്നാ? ഞാനും പോയില്ല. പെൻഷൻ വന്നെന്ന് പറയണ്. അവരിപ്പം കറുത്ത് എഴുത്ത് എല്ലാം പോയി. നല്ല സുന്ദരിയായിരുന്നു. ചന്തമൊന്നും ഒരു കാര്യമല്ല അമ്മ. എനിക്കും ജീവിക്കണ്ടേ. ഇപ്പം എല്ലാവരും പറഞ്ഞാൽ ഞാൻ കറുത്ത് പോയി ആണ്. എനിക്കും ജീവിക്കണ്ടേ. ചന്തം നോക്കിയിട്ട് നിന്റെ വയറ്റിലാര് തരും? സൂസി അരങ്ങിറങ്ങി ചമയമഴിച്ചിട്ടും അഴകൊഴിയാത്ത ആ മുഖം. ഇന്ന് ഒറ്റമുറിയിൽ ഉരുണ്ടുകൂടിയ ആളനക്കം. നിരത്തോരത്തെ വെയിൽ തീയിൽ ചുട്ടുപഴുത്ത ജീവിതം. എന്നിട്ടും വാടുന്നില്ല പ്രതീക്ഷകൾ. കണ്ണീരിറ്റ് നട്ടു നനയ്ക്കുന്നുണ്ട് മിടിപ്പിനെ ഇപ്പോഴും. ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് 2 വർഷമായി. രാവിലെ 5:30 ഞാൻ കച്ചവടത്തിന് പോകും. ഇവിടെ നമുക്കൊരു ഓട്ടോ പിടിച്ച് പോകണം, അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാം. വണ്ടി കിട്ടാൻ താമസമാണെങ്കിലേ നടന്നു പോവാം. പരിചയമുള്ളവർ തന്നെ. ഇവിടെ അരിഷ്ടയിൽ പോകണം. അപ്പം ഞാൻ ലോട്ടറി ടിക്കറ്റ് വിൽക്കാനായിട്ട് ചോളാബാറിൻ്റെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇവിടെ ഇതാണ്ട് ഈ ചായക്കടയിൽ അവിടെ നിർത്തിയാൽ മതി. അതാണ്ട് ഇവിടെ എൻ്റെ കൈ നീട്ടമാണോ? 30 രൂപയുണ്ട്. ഇതാണ് എൻ്റെ തട്ട്. പക്ഷെ ഞാൻ ഇരിക്കണത് അവിടെയാണ്. ഞാൻ പോയി കസാര എടുത്തിട്ട് വരട്ടെ. ഞാൻ 5:30 പോണ കാര്യം എന്ന് പറഞ്ഞാൽ 5:30 പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചായത്തട്ടിന് തൊട്ടടുത്താണ് ഞാൻ ഇരിക്കുന്നത്. നേരം വെളുക്കും മുമ്പേ പോയി കഴിഞ്ഞാൽ ഒരു 10 ടിക്കറ്റ് വരെ വിൽക്കും. ഏത് വേണം? സെയിമിന്ന് വേണോ? യേശുവേ സ്തോത്രം. മരുന്ന് വാങ്ങേണ്ട ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഉള്ളൊരു പയ്യൻ, നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യൻ തന്നെ പറഞ്ഞ് ലോട്ടറി ടിക്കറ്റ് എടുത്ത് തന്നാൽ വിൽക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇല്ല ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അരിഷ്ടയിൽ പോയിരുന്നത്. ടിക്കറ്റ് എടുക്കാൻ
അപ്പോൾ ഇപ്പോഴാ പയ്യൻ ലോട്ടറി ടിക്കറ്റ് എടുത്ത് തരുന്നില്ല, വേറെ ആൾക്കാരാണ് എടുത്ത് തരണത്. ഞാൻ 2 ദിവസം വരാത്തത് കൊണ്ടുവന്ന് ടിക്കറ്റ് തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ പിന്നെ ഇന്നലെ എനിക്ക് കച്ചവടത്തിന് വരാൻ പറ്റിയില്ല. ചായ കുടിക്കേ. ഇതെൻ്റെ സ്ഥിര ആളാണ്, എനിക്ക് എപ്പോഴും വന്നാലും ഒരു ചായ വാങ്ങിച്ചു തരും. അതാണ് ഇപ്പോൾ ഈ ചായ വാങ്ങിച്ചു തന്നത് എനിക്ക്. പാവപ്പെട്ട ചേച്ചിയാണ്. എനിക്ക് പണ്ട് ഇവരെ അറിയാം. പണ്ട് നാടകത്തിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പം സുഖമില്ലാത്തതിൻ്റെ നാടകമൊന്നും ഇല്ല. അപ്പോൾ പണ്ട് ഒരു ലാട്ടറി ടിക്കറ്റ് കച്ചവടം ചെയ്യാണ്. ഇത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ട് പോണത്. എടുത്തോ എടുത്തോ. ഇപ്പോൾ എത്ര? വേറെ ഇതേ ഉള്ളൂ, സെയിം. ഇതേണ്ട ഇതുണ്ട്, നോക്ക്. ടിക്കറ്റേ അവർ കൊണ്ടുവന്നില്ല. ഇവിടെയുള്ള എല്ലാവരും എൻ്റെ അടുത്ത് വലിയ സഹകരണമാണ്. എന്ത് കാര്യത്തിനായിരുന്നാലും അവരെല്ലാവരും വലിയ സ്നേഹവും കാറുമാറുമാണ് എല്ലാത്തിനും. ഹൈ ലെവലിലിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിൽ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. ഉത്സവകാലങ്ങളിലൊക്കെ വരാൻ നേരത്ത് ഇവിടെ ഈ റൈഡും കാര്യങ്ങളൊക്കെ നമ്മളെ പല ഇതുണ്ട്. ഇപ്പോൾ പൂജപ്പുരം മൈതാനിയിലുണ്ടായിരുന്നു. ഞാൻ രാത്രി ഒരു 11 മണിക്ക് 6 ഉത്സവത്തിന് അവിടെ പോയിട്ട് വന്നപ്പോൾ അവിടെ ടിക്കറ്റ് വിൽക്കായിരിക്കുന്നു. ഇങ്ങോട്ട് വേടാ, ഇങ്ങോട്ട് വേടാ. നല്ല രീതിയിൽ അവർ ജീവിച്ചവരാണ്. നല്ല രീതിയിൽ നാടകവും ചില സിനിമയിലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം ഒരുപാട് ഗതികെട്ട് പോയി. ആർക്കും ഇങ്ങനത്തെ ഒരു ഗതികേട് വരുത്തരുതേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അത് കണ്ണ് നനയിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഒരു 10 കാലൊക്കെ ആകുമ്പോൾ ഈ ലോട്ടറി വെച്ചുകൊണ്ട് ഇങ്ങനെ ചിലപ്പം എല്ലാ ലോട്ടറിയും പോകില്ല, കൈ നഷ്ടം വരും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വെയിൽ ഇങ്ങനെ തന്നെ ഇതിൽ ഈ ടൈലിൽ വന്ന് അടിച്ച് ഇവർ വളരെ വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ പ്രയാസം വരും. വെയിലിൻ്റെ ചൂട്, മഴ, പിന്നെ വണ്ടി പോണ. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്തെന്ന് പറയും മാസ്ക് വെക്കണേ അമ്മ. ഞാൻ മെയിൻ ജംഗ്ഷനിൽ ഇരിക്കുന്ന വണ്ടി പോകുമ്പോൾ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് പുക, അതിൻ്റെ ഇത്. പിന്നെ മഴ, ഞാൻ ഇരിക്കുന്നിടത്ത് വേറെ ഒരു ഇതില്ല. മഴ തൂറ്റ, കാക്ക വിളിക്കിറങ്ങിയിട്ട് എല്ലാം ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ജീവിക്കണ്ടേ. ഇപ്പോൾ അരിഷ്ടയിലുള്ള എല്ലാവരും എൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. ചിലവർ പറയും അമ്മയെ കാണുമ്പോൾ എൻ്റെ അമ്മയെ പോലെ തോന്നണം, ഈ വയസ്സായ കാലത്തും ഈ റോഡിൽ വന്നിരിക്കണം എന്ന് ആ ഒരു ഇതിൽ. അപ്പോഴൊക്കെ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ അമ്മയെ പോലെ കാണുന്നൊരമ്മ. ഞാൻ അടുത്തിടയ്ക്കാണ് അമ്മയെ പരിചയപ്പെടുന്നത്. നല്ലൊരു സ്നേഹമുള്ളൊരമ്മ. ഞാൻ വന്നാലും അമ്മയെ കണ്ടിട്ടേ പോവുള്ളൂ. രാവിലെ വന്നിറങ്ങിയാലും ഞാൻ അമ്മയുടെ 2 ടിക്കറ്റ് എടുത്ത് അമ്മയെ കണ്ടിട്ട് ഞാൻ പോവുള്ളൂ. ഒന്നും മതിയാ. കൂട്ടുകാരൻ വന്നില്ലേ? നാടകത്തിൻ്റെ ആൾക്കാരും സീരിയലിൻ്റെയും ഒരു ലോകം അരിസ്റ്റോ ജംഗ്ഷനായിരുന്നു. അപ്പോൾ അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച് ഇവർ പണ്ട് ഒരു 35 കൊല്ലത്തിന് മുമ്പ് ഇവർ ഭയങ്കര സ്റ്റാറായിരുന്നു. ആ ഒരു ഇതിൽ വന്ന ഒരാൾ ഇപ്പോൾ ഒരു നിവൃത്തിയില്ല, ഇപ്പോൾ ലോട്ടറി കച്ചവടമൊക്കെ ചെയ്ത് ജീവിതം നടത്തുകയാണ്. അവർ വന്ന് പറയും അമ്മ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണമെന്നില്ല, പക്ഷെ അമ്മ ഇരിങ്ങനെ കാണുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു SI വന്ന് അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഉള്ളതല്ല വെളിയിലുള്ളതാണ് അമ്മേ, ഞാൻ ഇതുവരെയും ടിക്കറ്റ് എടുത്തിട്ടില്ല, പക്ഷേ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് എന്തോ തോന്നി അങ്ങനെ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി പൈസ വാങ്ങിച്ചില്ല, അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലവർ വരും, ഇപ്പോൾ 2 ടിക്കറ്റ് 80 രൂപയാണെങ്കിൽ 20 രൂപ വാങ്ങിക്കില്ല. ഡെയിലി ഒരു 10-50 ലോട്ടറി പോകും. അവർക്ക് 10-200 രൂപ എതിരെ അവർ കിട്ടും. അത് വെച്ചാണ് അവർ ജീവിച്ചു പോണത്. അമ്മയുടെ ഇന്നത്തെ ഒരു അവസ്ഥ കാണുമ്പോഴത്തേക്ക് നമുക്കും ചെറിയ വിഷമമുണ്ട്. അപ്പം എന്നാലും നമ്മൾ മാക്സിമം അമ്മയെ കാണുമ്പോൾ എപ്പോഴും അമ്മ ഹാപ്പിയാണോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് തിരിച്ചൊക്കെയാണ് അമ്മയുടെ അടുത്ത് സംസാരിക്കാറ്. അല്ലേ അമ്മ? നാടകത്തിലേക്ക് വന്നു പറഞ്ഞാൽ ഞാൻ നന്ദൻകോട് താമസിക്കുമ്പോഴത്തേക്ക് ഗ്ലാഡീസ് നന്ദൻകോട് അപ്പച്ചിയാണ്, അവരാണ് എന്നെ ഫീൽഡിൽ ഇറക്കിയത്. ബാലനടിയായിട്ട് ഇറക്കി. ഒരു നാടകം കളിച്ചുള്ളൂ. ആദ്യം ഞാൻ അരങ്ങേറിയത് BJT ഹാളിൽ അഗ്നിപഥം എന്ന് പറഞ്ഞൊരു നാടകം. പക്ഷേ അപ്പോഴത്തേക്ക് കലാനിലയത്തിൽ നിന്ന് ആൾ വന്നു. കലാനിലയത്തിലേക്ക് ദശാവതാരം എന്ന് പറഞ്ഞ നാടകത്തിൽ ആണിൻ്റെ വേഷം കെട്ടണം, പ്രഹ്ലാദൻ്റെ. അങ്ങനെ ദശാവതാര നാടകത്തിൽ പ്രഹ്ലാദൻ്റെ വേഷം കെട്ടിയാണ് ജീവിച്ചത്. 4 വർഷം അവിടെയായിരുന്നു. പിന്നെ കൈകേയായി, മേരി മഗ്ദലന, രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ, ഇതെല്ലായിരുന്നു അവിടുത്തെ നാടകം. ശശികലേ ശ്രീകലേ ശിശിരസന്ധ്യകൾ വനികയിലാര് തിലകം ചാർത്താൻ വന്നു നീ. ശശികലേ കാമസുരഭികളിണയെ ചേരും
യാമങ്ങൾ ഉന്മാദം പകരുമ്പോൾ പ്രേമവതി നിന്നെ കാണാനായി ഞാൻ ഏകാന്ത നിശകളിൽ കാത്തു നിൽക്കും. കലാനിലയത്തിൽ ഞാൻ, ജഗതി ശ്രീകുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, CA പോൾ, കരിക്കം മണി, പൂജപ്പരി രവിചേട്ടൻ, ഞങ്ങളെല്ലാം ഒരു ടീമായിരുന്നു. അന്ന് ഞാൻ കൊച്ചാണ്, ബാലനടനാണ്. എൻ്റെ മൂത്ത മോനെ പ്രസവിച്ച് 55ൻ്റെ അന്ന് കൊച്ചിനെയും കൊണ്ട് ഇറങ്ങിയതാണ് നാടകം കളിക്കാൻ. ദാരിദ്ര്യം കൊണ്ടാണ് ഞാൻ 55ൻ്റെ അന്ന് നാടകം കളിക്കാൻ ഇറങ്ങിയത്. അന്ന് ഞാൻ നാടകം കളിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരു ബാഗിൽ തൊട്ടിൽ, പാൽക്കുപ്പി, തുണികൾ, ഒരു ബാഗിൽ എൻ്റെ നാടകം കളിക്കേണ്ട ഡ്രസ്സുകളെല്ലാം കൊണ്ടുപോകുമായിരുന്നു. അടുത്തുള്ള വീട്ടിൽ ഞാൻ തൊട്ടിലിൽ ഈ കൊച്ചിനെ കെട്ടും. നാടകം സ്റ്റേജിൽ നിന്ന സമയത്താണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. അതായത് പാൽ കുടിക്കാൻ വേണ്ടി കൊച്ചു കരഞ്ഞതാണ്. ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കും ഞാൻ വന്ന് കുഞ്ഞിന് പാൽ കൊടുക്കും. അന്ന് കൊച്ചിന് വെള്ളച്ചായ വാങ്ങിച്ച് കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ CL ജോസിൻ്റെ ഒരു നാടകമുണ്ട്. ആ നാടകത്തിൽ കരിവള ഇടും സീനിൽ. ആ കരിവള ഇടുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന പയ്യൻ കണ്ണ് കണ്ടുകൂടാ. അവ ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ കരിവള പൊട്ടും. അപ്പോഴും ഞാൻ നേരത്തെ അവൻ്റെ അടുത്ത് പറയും, പതുക്കെ പിടിക്കണേ, 1-2 വള പൊട്ടിത്തക്ക രീതിയിൽ പിടിക്കണേന്ന് പറയും. ആദ്യമൊക്കെ ഇപ്പം റിഹേഴ്സലൊക്കെ പൊടിക്കും, പെട്ടെന്നെല്ലാം പൊട്ടുമായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ആ കരിവള ഞാൻ കൊണ്ടുവന്ന് വിറ്റ് ഞാൻ കൊച്ചിന് വെള്ളച്ചായ വാങ്ങിച്ചിട്ടുണ്ട്, മൂത്ത മോന്. മൂന്നാമത്തെ മോനെ പ്രസവിച്ചപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. പിന്നെ കൊച്ചിന് ഇങ്ങനെ മൂത്രം വരുന്ന ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഞാൻ കൊച്ചിനെ കൊണ്ടവിടെ കൊടുത്തിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കൊച്ചിനെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപേ ഞാൻ നാടകം കളിക്കാൻ പോയി. പിറ്റേന്ന് വന്നപ്പോഴത്തേക്ക് ഈ സിസ്റ്റർമാരും ഡോക്ടർമാരും എല്ലാം കുറേ വഴക്ക് പറഞ്ഞു എന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഇവനെ ഈ തൊലി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ട്യൂബ് ഇട്ടിരുന്നു. അപ്പോൾ ഇത് കരയുമ്പോഴത്തെ വേദന. ഞാൻ അപ്പോഴെല്ലാം നാടകം കളിച്ചിട്ട് നിൽക്കുകയാണ്. ബുക്ക് വായിക്കാൻ നിവൃത്തിയില്ലാതെ ഞാൻ 100 രൂപയ്ക്ക് വായിക്കുന്ന സാരി 50 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്, 25 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി. ഇടയ്ക്ക് വെച്ച് ഞാൻ പിന്നെ ഒരു യൂട്രസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അങ്ങനെ KPC പോയി. അവിടെ നാടകം കളിച്ചത് മുടിയനായ പുത്രൻ, അശ്വമേധം, പുതിയ കാശം, പുതിയ ഭൂമി, രാജയോഗം. KPC കളിച്ചത്. അക്ക ഒരു മീൻ തരിക. ഓ തരാം, പൈസ തരാം. ഇല്ല, ഇപ്പോൾ പൈസ ഇല്ല. ഒന്ന്. അക്ക ഇത് നെമ്മീൻ്റെ തല വരണമെങ്കിൽ എനിക്ക് തരണേ. 6 മാസം നാടകമുണ്ട്, 6 മാസം നാടകമില്ല. ഈ 6 മാസം നാടകം കളിക്കുന്നത് 6 മാസം കൊണ്ട് കടങ്ങൾ വീടും. ഒന്നും സമ്പാദിച്ചില്ല. യൂട്രസ് ഓപ്പറേഷൻ ചെയ്തു 1 മാസം ആയതേ ഉള്ളൂ. വർണ്ണത്തോടു കൂടിയാണ് ഞാൻ KPC പോയത്. അവിടെ 3 വർഷം തികച്ച് നിന്നില്ല. അവിടെ വെച്ച് അസുഖമായി. വീണ്ടും ഇവിടെ വന്ന് 37 വർഷം നിന്നിട്ട് ഞാൻ ഒന്നും സമ്പാദിച്ചില്ല. ചിറകടി ചെങ്കൂട് തകരും നേരം ജീവജലം തരുമോ, ജീവജലം തരുമോ, തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ദാഹജലം തരുമോ, ദാഹജലം തരുമോ. KPC പോകുമ്പോഴത്തേക്കും അവിടെ നാടകം വന്നിട്ട് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോടാണ്. അതാ ഒരു ദിവസം 2 നാടകം. അതാ ഇന്ന് കളിക്കുന്ന നാടകമല്ല നാളെ കളിക്കുന്നത്. എന്നെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയപ്പോഴും 3 ദിവസമുണ്ട്, 3 നാടകമുണ്ട്, 9 ദിവസം. 9 ദിവസം കൊണ്ട് ഈ 3 നാടകം കാണാൻ പഠിക്കണം. മുടിയനായ പുത്രൻ, അശ്വമേധം, പുതിയ കാശം, പുതിയ ഭൂമി. ഇന്ന് കളിക്കുന്ന നാടകമല്ല നാളെ കളിക്കുന്നത്. ഇന്ന് ഒരു 6 മണിക്ക് കളിക്കുന്ന നാടകമല്ല 10 മണിക്ക് കളിക്കുന്നത്.
ഉയർന്ന കുലത്തിലെ അമ്മമാർ പുലയനും മാപ്പിളയുമായ കാർ ഡ്രൈവർമാരുടെയും കാര്യസ്ഥന്മാരുടെയും കുട്ടികളെ പ്രസവിക്കുമ്പോൾ കുലമഹിമയുള്ള ഭർത്താക്കന്മാർ എവിടെ പോയിരുന്നു? ആ കുട്ടികൾ തൻ്റെ ഭർത്താവിനെ നോക്കി അച്ഛ എന്ന് വിളിക്കുമ്പോൾ തൊലിക്കട്ടി കൂടുന്നത് അമ്മയ്ക്കോ തറവാട്ടിലെ പട്ടിക്കോ? ഞാൻ സീനിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ തട്ടത്തിൽ പിന്നെ ഈ പൂ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ, അപ്പോൾ എൻ്റെ ഭർത്താവ് അടുത്ത് നിൽക്കുകയാണ്. ഭർത്താവ് അടിച്ചിട്ട് ഹായ് അപ്പം ഞാൻ ചോദിക്കും ഹായ് ഈസ് ബൈ ഹായ് മീ സേ ഞാൻ തിന്നട്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം ഭർത്താവ് പറയും അത് ഹായ് ഹായ് നോ ഹി. അപ്പം ഞാൻ പറയും ഹായ് ഹായ് എന്ന് പറഞ്ഞ് ഇത് ഞാൻ വാരി അങ്ങ് തിന്നും. ഞാൻ ഒരു ദിവസം ഇതേപോലെ റിഹേഴ്സലിന് ഇവർ സെറ്റിലുള്ള പയ്യന്മാർ ഈ തട്ടത്തിൽ പൂ കൊണ്ടുവച്ചിരിക്കും. എന്നിട്ടാണ് സ്റ്റേജിൽ കൊണ്ടുവരണത്. അന്നായപ്പോഴും അവർ കൊണ്ടുവച്ചിരുന്നു. ഞാൻ ഈ പൂ വാരി ഇങ്ങനെ വാക്കകത്ത് വെച്ചതും എനിക്ക് തിന്നാനും വയ്യ തുപ്പാനും വയ്യാത്ത അവസ്ഥ. എന്താണ്? തെറ്റിപ്പൂവാണ് കൊണ്ടുവച്ചിരുന്നത്. തുപ്പി അങ്ങ് ഇട്ട് അട്ട. ഞാൻ കീർത്തി ഹോട്ടലിൽ കാറിൽ പോയി ചോറുണ്ടോണ്ടിരുന്നിട്ടുണ്ട് നാടൻ കളിക്കുമ്പോഴൊക്കെ. ആ സ്ഥലത്ത് ഞാൻ പോയി വേസ്റ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് കീർത്തി ഹോട്ടലിനകത്ത്. അന്ന് എനിക്ക് കാറിലെ ഡോറ് തുറന്ന ആൾ എന്നെ ഒന്ന് നോക്കി. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഈ നാടകമൊക്കെ നിർത്തി, എന്നാൽ ഇപ്പോഴും ഞാൻ ഇങ്ങനെ കുടുംബശ്രീയുടെ വേസ്റ്റ് എടുക്കാൻ നിൽക്കുകയാണ്. നാടകം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ കിടപ്പ് രോഗിയായി. നിന്ന നിപ്പിൽ എൻ്റെ ഈ പാലത്തിൻ്റെ കൂടെ വീണതാണ് അമ്മ. കൈയും കാലും ഒക്കെ അങ്ങ് ഇതായി, പിന്നെ സംസാരിക്കില്ലായിരുന്നു. അങ്ങനെ അവരെ നോക്കേണ്ടി വന്നു എനിക്ക് 5 വർഷവും 3 മാസവും. അവർക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ അവർ വെളിക്കിറങ്ങിയ വാരി തിന്നും, തലയത്തേക്കും ദേഹത്തൊക്കെ തേക്കും. ഒരു ഓർമ്മയില്ല അമ്മയ്ക്ക്. അപ്പം ഞാൻ പോയി കഴിഞ്ഞ് ഇവിടെ നോക്കാൻ ആരുമില്ല. അങ്ങനെ അമ്മയെ നോക്കി 5 വർഷവും 3 മാസവും ഇരുന്ന് അതോടുകൂടി നാടകം നിർത്തി. 2005 നാടകം നിർത്തി ഞാൻ. ആ സമയത്താണ് പള്ളിയിൽ പിന്നെ എബ്രഹാം തോസ് പാസ്റ്റർ പറഞ്ഞ് പിന്നെ സൂസി ആൻറ്റി ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നതല്ലേ, ഒരു കാര്യം ചെയ്യും, ഒരു 10 പേർക്ക് ചോറ് കൊടുത്താൽ നിങ്ങൾക്കിടെ അമ്മയുടെയും മോക്കും ചോറ് കിട്ടും, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓ ചെയ്യാമെന്ന് പറഞ്ഞ് അത് ആദ്യം 10 പേരായി, പിന്നെ 15 പേരായി. അവസാനം കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ CA അറിഞ്ഞ്, സുരേഷ് സാറ് അറിഞ്ഞ് എനിക്ക് അരിയും സാധനങ്ങളൊക്കെ തങ്കച്ച സാറെന്ന് പറയും, ആ സാറിൻ്റെ കയ്യിൽ കൊടുത്തു വിടും. ഇവിടെ അങ്ങനെ ഒരു 3 വർഷം കൊടുത്തു ഞാൻ ചോറ്. കാരണം കൊടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയും നോക്കാം, എനിക്ക് ഭക്ഷണവും കിട്ടും, എൻ്റെ അമ്മയ്ക്കും ഭക്ഷണം കിട്ടും. അമ്മ മരിച്ചു ഇതേപോലെ വളരെ കഷ്ടപ്പെട്ട്. അതിനുശേഷം ഭർത്താവ് മരിച്ചു. 16 ഈ ടാർപ്പാളം അഴിക്കുമ്പോൾ പൈസ കൊടുക്കണം എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി വന്ന് ഇതെല്ലാം നടത്തി കൊണ്ടുപോയി. 16 ഒരു പൈസയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഓടി ഇവിടെ വന്ന് വലിയ അലുമിനിയം കല കെട്ടുകത്തി കോടാലിയിലെ കമ്പി ഊരിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് വിറ്റാണ് ആ പൈസ കൊടുത്തത്. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ആരുമില്ല, അമ്മയില്ല, അപ്പയില്ല, ഭർത്താവില്ല. ലോട്ടറി കച്ചവടം വന്ന് തുടങ്ങിയിട്ട് 2 വർഷമായി. അതിനു മുൻപ് ഞാൻ പാളയത്ത് പൊതിച്ചോറ് തരും. ആ പൊതിച്ചോറ് കൊണ്ടുവന്ന് വിറ്റ് കൊടുത്താൽ ഒരു പൊതിച്ചോറും 250 രൂപയും തരുമായിരുന്നു. കണ്ണാശുപത്രി ഉണ്ടല്ലോ, അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കരുത്, ഭയങ്കര മടിയായിരുന്നു. പൊതിച്ചോറ് ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിന്നപ്പോഴും എൻ്റെ കൂട്ടുകാരി കാറിൽ പോവായിരുന്നു. അപ്പോൾ പോയിട്ട് തിരിച്ചു വന്നു. ഞാനാണോ എന്നറിയാമോ, സൂസി ചെന്ന് ഇവിടെ നീ, അപ്പം ഞാൻ ഇങ്ങനെ ചോറ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് മഴയത്ത്. ഞാൻ പറഞ്ഞു ഞാൻ ചോറ് വെച്ചോടെ നിൽക്കണമെന്ന് പറഞ്ഞു. അവൾ എന്നെ കുറേ വഴക്കം പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങ് പോയി. ചേച്ചി ഇങ്ങനെ നിൽക്കണമല്ലോ, വേറെ എന്തെങ്കിലും ജോലി നോക്കാത്തത് ഇങ്ങനെയാണ്. അങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ മനസ്സിന് വിഷമം തട്ടി. പിന്നെ ഞാൻ കുറച്ച് ദിവസം പോവാതെ ഇരുന്നു. നാടകം മാത്രമല്ല, 10 സിനിമയിൽ അഭിനയിച്ച് ഞാൻ റേഡിയോ സ്റ്റേഷനിൽ പോയിരുന്നു.
അവിടെ നിന്ന്. പക്ഷേ ഒന്നും സമ്പാദിച്ചില്ല. എൻ്റെ മക്കളെ വളർത്തി അവരെ 7-8 വരെയൊക്കെ പഠിപ്പിച്ച് വിട്ട് വീട്ടിലേക്ക് എടുക്കാൻ. സെക്കൻഡ് ഹാൻഡ് കിട്ടിയതാ. ഞാൻ പിന്നെ ഇത് ആക്രിയൊക്കെ ആരെങ്കിലും വരും അവരൊക്കെ അങ്ങ് കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കോളനിയെ സംബന്ധിച്ചുള്ള അവർ പറയുന്നത് ഞാൻ ഈ ഗതിയായി പോയല്ലോ, സൂസി ചേച്ചി രക്ഷപ്പെട്ടില്ലെന്നാണ് ഇവിടെയുള്ള മിക്ക ആൾക്കാരുടെ അഭിപ്രായം. ഇപ്പം തന്നെ നിങ്ങൾ ആരുടെയൊക്കെ ചോദിച്ചല്ലോ, അവർ എന്താ പറഞ്ഞത്? ഭയങ്കര സുന്ദരിയല്ലേ അവർ. നമുക്കൊക്കെ എൻ്റെയൊക്കെ കൊച്ചും പ്രായത്തിലൊക്കെ ഞാൻ അവരെ കാണാൻ തന്നെ ഇവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. ഇത്ര നല്ലവർ. പിന്നെ എല്ലാവരോടും നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും. പിന്നെ നമുക്ക് ഇന്നൊക്കെ ഒരുപാട് നടികളും നടന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു നടി എന്ന് പറഞ്ഞാൽ സൂസി ആൻ്റിയാണ്. ഞങ്ങൾ കൊച്ചും പ്രായത്തിൽ ചേച്ചിയുടെ കൂട്ടത്ത് പ്രൊഫഷണൽ നാടക വേദികളിലും റിഹേഴ്സലിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ചേച്ചിയുടെ കൂട്ടത്തായിട്ട് നടി എന്നുള്ള നിലയിൽ ഒരു പേരും വിലയൊക്കെ സൂസി ചേച്ചിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് ലോട്ടറി കച്ചവടം നടത്തുകയാണ്. കണ്ടിട്ട് എനിക്ക് ദുഃഖം തോന്നി. ഇന്നത്തെ സാഹചര്യം അവർക്ക് ആരുമില്ല, ഏകയായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സൂസൻ രാജനുള്ളത്. നമ്മൾ ഈ ഗതി ആയിപ്പോയെന്നുള്ള ഒരു വിഷമമേ ഉള്ളൂ അവർക്ക്. ഞാനേ അന്ന് അവിടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയാൻ വേണ്ടി ഇരുന്നതാണ്. ഈ പിന്നെ ടിക്കറ്റ് വെച്ചോണ്ടിരിക്കണ മറ്റേ ഇതില് അത് എടുത്തു. രാധികയുടെ ഫോണിലുണ്ട്, അവളുടെ നമ്പറുണ്ടോ? ഞാനെല്ലാം വിഷമിച്ചിരുന്ന എനിക്ക് ജീവിക്കണ്ടേ? എനിക്കും ജീവിക്കണമല്ലോ. ആരുടെ മുമ്പേ പോയി കൈ നീട്ടാതെ എനിക്ക് ജീവിക്കണമല്ലോ.